നമ്മളിവിടെ കുട്ടികൾ കാണേണ്ട കാര്യം പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല പഠനം. അതിനപ്പുറത്തെ വായനയാണ് നമ്മളെ വലിയ മനുഷ്യരായി വളരാൻ സഹായിക്കുന്നത്. കേവലം പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടാനുള്ള വായനയിൽ മാത്രം നാം ഒതുങ്ങരുത്. ലോകത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതിലിടപെടാനുള്ള ശേഷി നേടാനും വായന അത്യാവശ്യമാണ്. കഥയും കവിതയും നോവലും വൈജ്ഞാനിക ഗ്രന്ഥങ്ങളും വായിക്കുന്നത് ഒരു ശീലമാക്കി മാറ്റിയാൽ മാത്രമേ അനീതിയെ ചോദ്യം ചെയ്യുന്ന കരുത്തുറ്റ മനുഷ്യരായി മാറാൻ സാധിക്കും. നാം ആർജിക്കുന്ന ഓരോ അറിവും നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കാൻ കൂടി ഉതകുന്നതാകണം. അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് കേവലം ഒരു ചോദ്യോത്തര പരിപാടിയല്ല. അറിയാനും അറിയിക്കാനും കുട്ടികളെ പ്രേരിപ്പിക്കുന്നതോടൊപ്പം പുതുതലമുറയെ വിവേകശാലികളായി വളർത്തിയെടുക്കുന്നതിലും ശ്രദ്ധ ചെലുത്തുന്ന ഒന്നാണ് അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ്. അറിവിനൊപ്പം തിരിച്ചറിവുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുകയാണ് ദേശാഭിമാനി ഈ പരിപാടിയിലൂടെ ചെയ്യുന്നത്. ദേശാഭിമാനിയുടെ ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാം. ഇത്തരം സാമൂഹ്യ പ്രതിബദ്ധതയോടെയുള്ള ഇടപെടലുകൾ ആദ്യമായല്ല ദേശാഭിമാനിയിൽ നിന്നും ഉണ്ടാകുന്നതെന്ന്. കഴിഞ്ഞ പല നൂറ്റാണ്ടുകളായി കേരളത്തെ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവമെടുത്താൽ കഴിഞ്ഞ പല പതിറ്റാണ്ടുകളായി കേരളത്തെ പുരോഗമനപരമായി മാറ്റിത്തീർക്കുന്നതിനും ആധുനിക കേരളം കെട്ടിപ്പടുക്കുന്നതിനും നേതൃത്വം നൽകിയ പത്രമാണിത്. ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ പോകുന്നില്ല. കുട്ടികളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, കുട്ടികളെപ്പറ്റി സാധാരണ പറയാറുണ്ട് കുട്ടികൾ പൂക്കളെ പോലെയാണ് എന്ന്. അത്തരത്തിലൊരു പൂവ് വിരിയണമെങ്കിൽ വെള്ളവും വെളിച്ചവുമടക്കം എന്തെല്ലാം അതിന് കിട്ടേണ്ടതായിട്ടുണ്ട്. അതായത് സ്നേഹവും സമാധാനവും നിറഞ്ഞ അന്തരീക്ഷം അവർക്ക് ചുറ്റും ഉണ്ടാകണമെന്നർത്ഥം. ആ അന്തരീക്ഷം മാത്രം പോരാ, ഹിംസയും ക്രൂരതയും മനസ്സിൽ നകറ്റി മനുഷ്യസ്നേഹമുള്ളവരായി കുട്ടികളെ വളർത്തിയെടുക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നൽകേണ്ടതുണ്ട്. അതിലൊന്നാണ് അറിവ്, മറ്റൊന്ന് വിവേകമാണ്. ഇവ രണ്ടുമുണ്ടായിത്തീരാൻ പാഠപുസ്തക വായന മാത്രം മതിയാകില്ല. അതിനും അപ്പുറത്തേക്ക് കടന്ന് ലോകത്തെ കാണാനും വിമർശന ബുദ്ധിയോടെ വിലയിരുത്താനുമുള്ള കഴിവ് അവർക്കുണ്ടാക്കണം. അതിനുതകുന്ന ചുവടുവെപ്പ് കൂടിയാണ് അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റ് പോലെയുള്ള പരിപാടികൾ. ഇന്നലെ ലോകത്തും ഇന്ത്യയിലും കേരളത്തിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രദേശത്തും എന്തൊക്കെ നടന്നു എന്ന് സമഗ്രമായി മനസ്സിലാക്കാൻ പത്രവായന അത്യാവശ്യമാണ്. എല്ലാ ദിവസവും പത്രം വായിച്ചാൽ പകുതി സിവിൽ സർവീസായി എന്നൊരു പറച്ചിലുണ്ട്. പത്രവായന ദിനചര്യയുടെ ഭാഗമാക്കി കൊണ്ടുവന്നാലേ ഉയർന്നു വരാൻ പറ്റൂ എന്നാണ് കാണേണ്ടത്. നമ്മുടെ ചുറ്റുപാടും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും പുനരുജ്ജീവിപ്പിക്കാൻ
ചിലർ ശ്രമിക്കുന്നത് നാം കാണുന്നുണ്ട്. ലഹരി പോലെയുള്ള മഹാവിപത്തുകളിലേക്ക് പുതുതലമുറയെ തള്ളിയിടാൻ മറ്റു ചിലർ ശ്രമിക്കുന്നു. വിദ്വേഷത്തിൻ്റെ തീ പറത്താൻ ശ്രമിക്കുന്നവരുമുണ്ട്. അതിനെയെല്ലാം വകഞ്ഞു മാറ്റി മുന്നേറാൻ നേതൃത്വം നൽകേണ്ടവരാണ് നമ്മുടെ പുതുതലമുറ. ചീത്തയാവാൻ എളുപ്പമാണ്, നല്ലവരായിരിക്കാനേ ശ്രമം വേണ്ടതുള്ളൂ. ചീത്ത കൂട്ടുകെട്ടുകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ചീത്തയാക്കാൻ മയക്കുമരുന്ന് ലോബി മുതൽ വയലൻസ് മാഫിയ വരെയുണ്ട്. അവരുടെ വലയിൽ വീഴാതിരിക്കാൻ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. അച്ഛനമ്മമാരും ശ്രദ്ധിക്കണം. ഇത്തരം സാമൂഹിക ദുഷിപ്പുകൾക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ കേരളം ആരംഭിക്കുകയാണ്. മയക്കുമരുന്നിനെതിരെ, ഭീകരതയ്ക്കെതിരെ ഇതിലേക്ക് കുട്ടികളെയാകെ കൊണ്ടുവരാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആൻ ഫ്രാങ്ക് മുതൽ മലാല യൂസഫ് വരെയുള്ളവരുടെ ധീരകഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. ആൻ ഫ്രാങ്ക് ഫാസിസ്റ്റ് ഭീകരതയുടെ പിടിയിലിരുന്ന് എഴുതിയ ഡയറിക്കുറിപ്പിലെ കാര്യങ്ങൾ, മലാല യൂസഫ് പഠനാവകാശത്തിനു വേണ്ടി നടത്തിയ ത്യാഗോജ്ജലമായ ഇടപെടലുകൾ, ഇവയൊക്കെ കുട്ടികൾ അറിയേണ്ട കാര്യങ്ങളാണ്. കുട്ടിക്കാലത്ത് തന്നെ ലോകത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമായ ധീരരാണിവർ. അത്തരം ധീരതയുടെ കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. ദേശാഭിമാനി അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റിൽ പങ്കെടുത്ത് വിജയിച്ച മിടുക്കികളെയും മിടുക്കന്മാരെയും ഒരിക്കൽ കൂടി അനുമോദനം അറിയിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ.